അപ്പോൾ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇത് അദ്ദേഹത്തിന്റെ ഒരു രീതിയായി മാത്രം കാണുകയാണോ? അതിലപ്പുറം മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? കോൺഗ്രസിൽ തുടരാനില്ല എന്നതിന്റെ സൂചനയായതിന് കാണണമോ എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. കാരണം പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ എന്ന രൂപത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നടത്തിയ പ്രതികരണത്തെയാണ് അദ്ദേഹം തള്ളിക്കളയുന്നത്. നോക്കൂ സ്മൃതി, ഇവിടെ പറഞ്ഞവരെല്ലാം ശശി തരൂരിൻ്റെ ലേഖനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും രണ്ട് മുഖങ്ങളായിട്ട് അവർ സംസാരിച്ചു ഇല്ലേ? അതായത് ശശി തരൂർ കോൺഗ്രസ് വിടാനൊന്നും പോകുന്നില്ല, അദ്ദേഹത്തിൻ്റെ രീതിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ആ രീതി ചില സാഹചര്യങ്ങളിൽ കൊള്ളില്ല. ഇപ്പം നമ്മുടെ പഴയ കാലത്ത് ഇപ്പം നമ്മുടെ CPM ഒരു കാലത്ത് CPMൻ്റെ ഉന്നത വിദ്യാഭ്യാസ നയത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു എന്താ പറഞ്ഞത്? മൂർത്തമായ സാഹചര്യത്തിൽ ചില നിലപാടുണ്ടായി, പിന്നെ ഇത് മാറ്റുന്നല്ലേ. ഈ മൂർത്തമായ സാഹചര്യം എന്ന് വെച്ചാൽ മൂർത്തമായ വെച്ചാൽ ബോധമില്ലായ്മ എന്നും അർത്ഥമുണ്ട്. അങ്ങനെ ബോധമില്ലാത്ത ഒരു സാഹചര്യം കോൺഗ്രസിന് ഉണ്ടാകാൻ പാടില്ലല്ലോ. കോൺഗ്രസ് ഇത് മൂർത്തമായ സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിലെ ജനങ്ങളുടേതായ ഒരു മുഖമാണ് പ്രതിപക്ഷം. ആ പ്രതിപക്ഷം ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരു വ്യവസായ മന്ത്രി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. അത് നിയമസഭയിൽ VD സതീശൻ പൊളിച്ചു കൊടുത്തു. രാജീവിൻ്റെ പ്രസ്താവന 3 ലക്ഷത്തിൻ്റെ, ഗോവിന്ദ മാഷി ലക്ഷക്കണക്കിന് 25 ലക്ഷം തൊഴിലെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട്. അതെല്ലാം ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലുമൊക്കെ ഡാറ്റയായിട്ട് കിടക്കുന്നുണ്ടാവും. അതൊക്കെ ലേഖനമായിട്ട് ഇപ്പോൾ എഴുതേണ്ട കാര്യം എന്താ? ഏത് സാഹചര്യം ഇപ്പോൾ ഉണ്ടായത്? അതാ പ്രശ്നമുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ശശി തരൂർ ജനകീയ വിഷയങ്ങളെ കാണുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ തന്നെ നടക്കുന്ന എത്രയോ വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങൾ ഞാൻ പറയുന്നില്ലല്ലോ. റാഗിംഗ് ആണെങ്കിലും ആനയുടെ പ്രശ്നമാണെങ്കിലും അതുപോലെ തൊഴിലില്ലായ്മയാണെങ്കിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ തൊഴിൽ വിളിക്കുന്നില്ല, PSCയുടെ നിയമനം നടക്കുന്നില്ല, ഈ ഒരിടത്ത് പോലും നിയമനമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട്. നമ്മുടെ ബജറ്റ് ഇത്തവണ കണ്ടല്ലോ. കാര്യങ്ങളൊക്കെ പറയുന്നതിന് പകരം കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രി 3 മിനിറ്റ് കൊണ്ട് വ്യവസായം ഗംഭീരമാകുമെന്ന് പറഞ്ഞ കുറേ ഡാറ്റയൊക്കെ എഴുതി വെച്ചാൽ അതിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതേണ്ട സാഹചര്യം എന്താണെന്നേ കോൺഗ്രസ് ചോദിക്കുന്നുള്ളൂ. തെറ്റാണത്. ശശി തരൂർ കാണിച്ചത് തെറ്റാണ്. അത് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ മനസ്സിലാക്കാതെയുള്ള എഴുത്താണത്. എന്നൊരു വിഷയം കൂടി അതിലൊരു ചോദ്യമായി വരും. ശ്രീ N ശ്രീകുമാർ, കണക്കുകൾ അങ്ങനെയുണ്ടല്ലോ. ഇപ്പോൾ തൊഴിലില്ലായ്മ നിരക്കിന്റെ കാര്യത്തിലാണെങ്കിൽ 2022 40% ഇപ്പോൾ അത് 29.09 കുറയുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ മാറുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നോക്കൂ സ്മൃതി, അതായത് ഞാൻ പറഞ്ഞല്ലോ പ്രതിബദ്ധത ഒരു പ്രശ്നമുണ്ടല്ലോ നേതാക്കൾക്കിടയിൽ. ഇപ്പോൾ ശശി തരൂരിൻ്റെ നേരത്തെ ഇവരൊക്കെ പറഞ്ഞ പോലെ വിശ്വഭവൻ അദ്ദേഹത്തിൻ്റെതായ ഇടങ്ങളും തലങ്ങളും ഒക്കെ ഉണ്ട്. സാധാരണ പ്രവർത്തകരുടെ തോളത്ത് കയറ്റി നടക്കണമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. ഇപ്പം നോക്കൂ CPM നോക്കൂ. ഇപ്പോൾ G സുധാകരൻ, അദ്ദേഹം മിനിങ്ങാന്തത്തെ പ്രസ്ഥാനം മാത്രം ഞാൻ പറയാം. G സുധാകരൻ മിനിങ്ങാന്തര പ്രസ്ഥാനം നടത്തി. കേരളത്തിലെ CPIക്ക് മുൻകാലത്തുണ്ടായിരുന്ന ജനസമ്മതി ഇപ്പോൾ ഇല്ല. അത് CPIയുടെ അഭിപ്രായം, അത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായമായിട്ട് ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? സുധാകരൻ പാർട്ടിയിലാണല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ ശശി തരൂരും സുധാകരനും പറയുന്ന ചെറിയ വ്യത്യാസം, ശശി തരൂർ പാർട്ടിയുടെ പരമോന്നത സമിതിയിലുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം അന്ന് തീരുമാനിക്കണം. ഞാൻ സ്വതന്ത്രമായ ചില രീതികൾ എടുക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ചേർന്നതല്ല ഈ പദവി എന്ന് അദ്ദേഹം തീരുമാനിക്കണം. അദ്ദേഹം AICC പ്രസിഡന്റായിട്ട് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട്, തടസ്സമുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ നിഷ്പക്ഷമായ നിലപാടല്ല, സ്വതന്ത്രമായ ചിന്തകൾ ആണെന്ന് പറഞ്ഞൊരാളാണ് ഞാൻ. ആ സ്വതന്ത്രമായ ചിന്ത എന്ന് പറയുന്ന ഒരു ഭരണ പ്രതിപക്ഷ തർക്കത്തിൽ ഒരു യുദ്ധം വരാനിരിക്കെ, തെരഞ്ഞെടുപ്പ് യുദ്ധം വരാനിരിക്കെ അവിടെ അവർക്ക് അടിക്കാനുള്ള വടി കൊടുക്കലല്ല, അതൊരു സ്വതന്ത്ര ചിന്തയല്ല. അക്കാഡമിക് കാര്യങ്ങളിലാണെങ്കിൽ ആ അക്കാഡമിക് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയവും സാഹചര്യമുണ്ട്. മൂർത്തമായ സാഹചര്യമല്ല കേട്ടോ, സാഹചര്യമുണ്ട്. അവിടെ പ്രസംഗിക്കണം. അതൊരു ലേഖനം എഴുതിയിട്ട് അതിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ട് എന്ന് പറയുമ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യം എവിടെയെന്ന് ചോദിക്കില്ലേ? ഇത്തവണ ക്ഷേമ പെൻഷൻ കൂട്ടിയോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് ശശി തരൂരിൻ്റെ ഓർമ്മ വന്നില്ല? അതുപോലെ റാഗിങ് കാര്യം എന്തുകൊണ്ട് ഓർമ്മ വരാത്തത്? അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കുടിശ്ശിക എന്താണ് ഓർമ്മ വരാത്തത്? KSRTC പെൻഷൻ എന്താണ് ഓർമ്മ വരാത്തത്? ഇതൊക്കെയല്ല വരേണ്ടത്. കേരളത്തിലെ നവകേരള സദസ്സ് നടത്തിയ ശേഷം എന്ത് സംഭവിച്ചു എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ നവകേരള സദസ്സിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ശശി തരൂരിന് ലേഖനം എഴുതാൻ പറ്റാത്തത്? അപ്പോൾ ചില കാര്യങ്ങൾ മാത്രം എടുത്ത് ലേഖനം എഴുതുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ഇഷ്ടപ്പെടില്ല. ശശി തരൂരിനെ എല്ലാവർക്കും ബഹുമാനമാണ്, ഇഷ്ടമാണ്. വ്യക്തിപരമായിട്ട് ആർക്കും അദ്ദേഹത്തോട് എതിർപ്പില്ല. കാരണം അദ്ദേഹത്തിന് ചില ഇളവ് കൊടുക്കുന്നു ഇവിടെ സജീവനായി പറഞ്ഞു. ഒരു ഇളവുമല്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അദ്ദേഹം 14 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനമുള്ളൂ. ആ രാഷ്ട്രീയ പ്രവർത്തനം അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന പ്രവർത്തനമല്ല. അതിൻ്റെ ഒരു ദോഷം അദ്ദേഹത്തിനുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു ചിന്തിക്കാൻ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്തരമൊരു കടുത്ത നിലപാടിലേക്കോ തീരുമാനത്തിലേക്കോ തരൂരിന്റെ കാര്യത്തിൽ കോൺഗ്രസ് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഡിബേറ്റ്
with Smriti Parathikkad.